അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. പ്രിയപ്പെട്ട ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലെ വീഡിയോസുകളൊക്കെ കാണുന്ന, മജ്‌ലിസിലൊക്കെ പങ്കെടുക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷവും സമാധാനവും നൽകി നല്ല റാഹത്തുള്ള ജീവിതം നൽകട്ടെ. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ തീർത്ത് നമുക്ക് നല്ല ഒരു റാഹത്തും സന്തോഷവും വേണം. അള്ളാഹു അതിന് പറ്റുന്ന വിധത്തിലൊരു ജീവിതം അള്ളാഹു നമുക്ക് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു തീർത്തു കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, നമുക്കൊരു അമല് പറഞ്ഞാലോ? ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന അമല്, നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുമോ ഇല്ലയോ എന്നറിയാൻ, സ്വപ്നത്തിലൂടെ അറിയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ നിർബന്ധമായി ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടാൽ മതി ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടത്തിയെടുക്കാൻ, നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു, അത് നടക്കണം, അതിനു വേണ്ടി നമുക്കൊരു അമല് ചെയ്യാം. പല ആളുകൾക്കും പല ആഗ്രഹങ്ങളുണ്ടാകും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ജോലി തടസ്സവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്കത് ഉപകരിക്കുന്ന ഒരു അമലാണ്. അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ ഒരാളിൽ നിന്നും കുറച്ച് കാശ് കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ഒരാളടുത്തേക്ക് പോയി നമ്മളൊരു കാര്യം സംസാരിക്കാൻ പോവുകയാണ്. ആ ആൾ നമുക്കത് സാധിക്കണം, അല്ലെങ്കിൽ ആ ആൾ നമ്മൾ പറയുന്നത് കേട്ടിട്ട് അതിനൊന്ന് സമ്മതിച്ച് കിട്ടണം. നല്ല കാര്യങ്ങൾ മാത്രം ഉദ്ദേശിക്കുക. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാം, ഈ അമൽ ഉപയോഗപ്പെടുത്തിയതിന് ശേഷം നമുക്ക് അവരോട് ആ കാര്യം സംസാരിക്കാം. അല്ലെങ്കിൽ ഒരു ജോലിക്ക് നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകും, നമുക്കത് ചെയ്ത് വെച്ചിട്ട് പോകാം. അല്ലെങ്കിൽ ഒരാളോട് കുറച്ച് കാശ് കടം ചോദിക്കുകയാണ്, അയാൾക്ക് തരാൻ തോന്നണം, അദ്ദേഹത്തിനത് തരാൻ തോന്നണം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശുണ്ട്, പക്ഷെ ഇച്ചിരി അഹങ്കാരിയാണ്, പക്ഷെ അദ്ദേഹം വിചാരിച്ചാൽ ആ കാശ് കിട്ടും. ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്തോ ആകട്ടെ, അത് നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അമലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ അമൽ ചെയ്യാൻ നമുക്ക് വേണ്ടത് നല്ല വെളുത്ത ഒരു A4 പേപ്പറാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് നല്ല ഒരു കറുപ്പ് മഷി പേനയാണ് വേണ്ടത്. നല്ല കറുപ്പ് മഷി ജെല്ല് പേന കിട്ടിയാൽ ഉഷാറാകും. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ ഒരു ഫോട്ടോ കാണിച്ചു തരും, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. സാധാരണഗതിയിൽ വീഡിയോസിൽ നമ്മളൊരു ഫോട്ടോ എഴുതിയത് കാണിക്കുമ്പോൾ എല്ലാവരും പറയും, ഉസ്താദേ ഇത് ക്ലിയർ ഇല്ലല്ലോ, ഇത് മനസ്സിലാകുന്നില്ലല്ലോ, എന്താ ചെയ്യുക, ഈ ഫോട്ടോ മാത്രം ഒന്ന് അയച്ചു തരുമോ? വാട്സപ്പിൽ നിരന്തരം അങ്ങനെയുള്ള മെസ്സേജാണ്, ഉസ്താദേ ആ ഒരു ഫോട്ടോയിൽ എന്താണുള്ളത്, ആ എഴുതിയത് മനസ്സിലാകുന്നില്ല, അതൊന്ന് വിട്ടു തരുമോ എന്ന് നിരന്തരം ആളുകൾ ചോദിക്കുന്നു. നിങ്ങളെ വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഫോട്ടോ, അല്ലെങ്കിൽ എഴുതിയതിൻ്റെ ആ ഒരു വീഡിയോ, ആ വീഡിയോസിൽ നിങ്ങൾ കാണുന്ന ആ ഒരു ഇസ്മ, ആയത്തായിക്കോട്ടെ, അതല്ലെങ്കിൽ എന്തെങ്കിലും ദിക്റായിക്കോട്ടെ, എന്തോ ആകട്ടെ, അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ യൂട്യൂബിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, മുകളിൽ കാണുന്ന സെറ്റിങ്സിൽ പോയാൽ ക്ലാരിറ്റി കൂട്ടാൻ പറ്റുന്ന ഓപ്ഷൻ. സാധാരണഗതിയിൽ എല്ലാവരുടെ ഫോണിലും 300, 200 ഒക്കെ ആയിരിക്കും ഇതിൻ്റെ ക്വാളിറ്റി കിടക്കുന്നത്. അത് നിങ്ങൾ നേരെ 700ലേക്കോ 1080ലേക്കോ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ എഴുതിയ വീഡിയോയിൽ കാണുന്ന ആ ഒരു ഇസ്മ, ആയത്ത് എന്താണോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാവരുടെ ഫോണിലുണ്ട്. അതറിയാത്തവരാണെങ്കിൽ നിങ്ങളൊരാളോട് ചോദിക്കതൊന്ന് ക്ലാരിറ്റി കൂട്ടി തരാൻ വേണ്ടി പറയാം. അല്ലാതെ ഈ വീഡിയോ കാണുന്ന 10,000-കണക്കിന് ആളുകൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഈ ഫോട്ടോ ചോദിച്ചാൽ എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ നമുക്കത് അയച്ചു കൊടുക്കാൻ പറ്റുക? അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഇതുവരെ ഇട്ട എല്ലാ വീഡിയോസിലും നിങ്ങൾക്കത് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ആ വീഡിയോയിൽ ആ ഇസ്മുകൾ കൊടുത്തിട്ടുള്ളത്. പല ആളുകളും ചോദിക്കുമ്പോൾ ഞാൻ ആ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിട്ടുകൊടുത്തിട്ട്, അപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഉസ്താദെ, കുഴപ്പമില്ല, ഈ വീഡിയോ എന്നാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊടുക്കുന്നത്. ക്ലാരിറ്റി നിങ്ങളവിടെ കൂട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാകാത്തത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഫോട്ടോ കാണിച്ചു തരുന്നുണ്ട്. ആ ഫോട്ടോയിൽ കാണുന്നത് നല്ല ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾ കാണുക. അത് നിങ്ങളവിടെ സെറ്റിങ്സിൽ ക്ലാരിറ്റി കൂട്ടിയിട്ട് വേണം കാണാൻ. അതിനുശേഷം എന്താണോ അതിൽ നിങ്ങൾ കാണുന്നത്, അതുപോലെ നിങ്ങൾ പേപ്പർ എടുത്ത് ആ പേപ്പറിൽ കള്ളിയൊക്കെ വരച്ച് നല്ല ഉദ്ദേശം വെച്ച് അല്ലാഹുൽ ഹാജത്ത് 2 റക്അത്ത് നിസ്കരിച്ച്, അല്ലാഹുൽ ഹാജത്തിനെ കുറിച്ച് നിങ്ങൾക്കറിയാലോ, എല്ലാ വീഡിയോസിലും, ഒട്ടുമിക്ക വീഡിയോസിലും അമൽ ചെയ്യുന്നതിന് മുമ്പ് ഖലാഹുൽ ഹാജത്ത് നിസ്കരിക്കാൻ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഖലാഹുൽ ഹാജത്ത് നിസ്കരിച്ചതിന് ശേഷം, അല്ലാഹുവേ ഞാൻ ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇത് എഴുതുന്നത്, ഞാൻ ഈ അമൽ പ്രവർത്തിപ്പിക്കുന്നത് ഇന്ന ഒരു ഉദ്ദേശം വെച്ചിട്ടാണ്. ഖാലിഖായ റബ്ബേ,
നീ അത് സാധിപ്പിച്ച് തരണേ അല്ലാ. ഈ അമൽ പറഞ്ഞു തരുന്ന ഞാനോ ഇത് എഴുതുന്ന നിങ്ങളോ അല്ല ഇതിന് ഫലം തരുന്നത് റബ്ബാണ്. നമ്മൾ വെറും സബബ് മാത്രമാണ്. അള്ളാഹു ഫലം തരട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ നല്ല രീതിയിൽ ആത്മാർത്ഥമായി ദുആ ചെയ്തതിന് ശേഷം നിങ്ങളിത് എഴുതുക. നല്ല വൃത്തിയോടുകൂടി, നല്ല ബിസ്മിയൊക്കെ ചൊല്ലി നല്ല വൃത്തിയോടുകൂടി അത് എഴുതുക. അറബിയാണ്. നിങ്ങൾക്കത് എഴുതാൻ അറിയില്ലെങ്കിൽ അറിയുന്നവരെ കൊണ്ട് എഴുതിപ്പിക്കുക. തെറ്റാൻ പാടില്ല. അതിലെഴുതുന്നത് ഖുർആനാണ്. അറഫുകളൊക്കെ നല്ല ശ്രദ്ധിച്ച് വേണം എഴുതാൻ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, അതുപോലെ കള്ളി വരച്ച് ഞാൻ ഈ കാണിക്കുന്ന ഫോട്ടോയിൽ കാണിക്കുന്നത് പോലെ കള്ളിയൊക്കെ വരച്ച് നല്ല വൃത്തിയിൽ നിങ്ങളത് എഴുതുക. എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ബുഹൂർ പുകയ്ക്കുക എന്ന് പറഞ്ഞാൽ പല ആളുകളും ചോദിക്കും അതെന്താണ് ഉസ്താദേ എന്ന്. മുഅ്മിനീങ്ങളെ, ഹൂദ് പുകയിപ്പിക്കുന്നതിനാണ് ബുഹൂർ എന്ന് പറയുന്നത്. ഇനി ഹൂദ് കിട്ടാത്തവർ നല്ല മണമുള്ള എന്തെങ്കിലും ഒരു സാധനം, സാമ്പ്രാണിയ, കുന്തിരിക്കം പോലത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പുകയിച്ചിട്ട് ആ പേപ്പറിൽ നല്ല സുഗന്ധം അടിപ്പിക്കുക. ഈ എഴുതി വെച്ച പേപ്പർ നല്ല സുഗന്ധം അടിപ്പിക്കുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ നല്ല മണമുള്ള അത്തർ കുറച്ച് പൂശി കൊടുത്താലും മതി. 2-ാം നമ്പറാണ് ബുഹൂർ പുകയ്ക്കുക എന്നാണ് കിതാബുകളിൽ പറയുന്നത്. ഇനി ബുഹൂർ ഇല്ലാത്തവർ, ഹൂദ് ഇല്ലാത്തവർ എന്ത് ചെയ്യാം, ഒരു കുറച്ച് അത്തർ അതിൽ മേലെ കയ്യിൽ പുരട്ടിയിട്ട് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടി പൂശി കൊടുക്കാം. ശേഷം എന്ത് ചെയ്യുക, ഈ പേപ്പർ നല്ല വൃത്തിയിൽ മടക്കുക. നല്ല വൃത്തിയിൽ മടക്കി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ പോക്കറ്റിൽ എപ്പോഴും കരുതുക. എപ്പോഴും നിങ്ങളെ പോക്കറ്റിൽ കരുതുക. സ്ത്രീകളാണെങ്കിൽ നിങ്ങൾക്കിത് പോക്കറ്റിൽ വെക്കാൻ കഴിയാത്തവരാണെങ്കിൽ അതിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് ചുറ്റി, വെള്ളം കയറാത്ത വിധത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് ചുറ്റിയതിന് ശേഷം ആ പേപ്പർ നിങ്ങളെ മാറത്ത് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുക. കളയാൻ പാടില്ല. അതെപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാകണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ നിസ്കാരത്തിന് ശേഷവും ഇദാ ജാ നസ്റുല്ലാഹി സൂറത്തില്ലേ, ആ സൂറത്ത് 5 പ്രാവശ്യം വീതം ഓരോ നിസ്കാരത്തിന് ശേഷവും നിങ്ങൾ ഓതണം. ഈ എടുത്തു വെച്ച പേപ്പർ, എഴുതി വെച്ച പേപ്പറിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്ന, കറണ്ട് പാസ്സാക്കുന്ന സംഭവമാണിത്. ഇൻഷാ അല്ലാ ഇത് നിങ്ങളിങ്ങനെ ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് ആ കാര്യം നിങ്ങൾ വ്യക്തമായി പറയണം. അള്ളാഹുവേ, ഇന്നാലിന്ന ആളെ കയ്യിൽ നിന്നും എനിക്ക് കുറച്ച് കാശ് കിട്ടാനുണ്ട്, ആ പണം തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ അള്ളാഹുവേ, ഇന്നാലിന്ന എൻ്റെ മകന് ഇന്നാലിന്ന ജോലി വേണം, ആ ജോലി എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അമല് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഖുർആനിൻ്റെ ഈ ആയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, എങ്ങനെ നമ്മൾ എഴുതി വെച്ച ഈ ഒരു ഖുർആൻ ആയത്ത്, നമ്മൾ ഓതുന്ന ഈ ഒരു ആയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവേ, ഈ കാര്യം നീ എത്രയും പെട്ടെന്ന് സാധിപ്പിച്ചു തരണേ അല്ലാ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ അമലുകൾ ചെയ്യുക. ഇത് ഇടയ്ക്കിടയ്ക്ക് ഓരോ 5 വക്ത് നിസ്കാരത്തിന് ശേഷവും നിങ്ങൾ 5 തവണ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓതാൻ പറ്റുന്ന സൂറത്താണ്. നിങ്ങൾ ഓരോ നിസ്കാരത്തിന് ശേഷം 5 പ്രാവശ്യം വീതം നിങ്ങൾ ഈ സൂറത്ത് ഓതണം, നിർബന്ധമാണ്. അമലുകൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് വൃത്തിയിൽ അതിൻ്റെ തെർത്തീബ് അനുസരിച്ച് ചെയ്യണം. ഇതങ്ങ് ചെയ്ത് നിങ്ങൾ എടുത്തു വെക്കുക. നിങ്ങളെ കയ്യിൽ കരുതുന്ന ഈ ഒരു സാധനം സൂക്ഷിക്കുക. അള്ളാഹു ആ ഒരു ഖുർആനിൻ്റെ ബർക്കത്ത് കൊണ്ട്, അറഫുകളുടെ ബർക്കത്ത് കൊണ്ട് നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് സാധിപ്പിച്ചു തരട്ടെ. ഇൻഷാ അല്ലാഹ് ധൈര്യമായി ചെയ്തോളൂ. ചില ആളുകൾക്ക് ഫലം കിട്ടും, ചില ആളുകൾക്ക് ഫലം കിട്ടൂല. ഇതൊക്കെ റബ്ബിൻ്റെ തീരുമാനമാണ്. അള്ളാഹു എല്ലാവർക്കും ഫലം തരട്ടെ. ഇൻഷാ അല്ലാഹ് അമലുകൾ ഇനിയുമുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരുപാട് അമലുകൾ പറഞ്ഞു തരാനും അതുപോലെ തന്നെ അത് പ്രവർത്തിക്കാനും നിങ്ങൾക്കും എനിക്കും അള്ളാഹു ആഫിയത്തോടു കൂടിയുള്ള, ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.